റൗണ്ട് 11 ഷൗക്കത്ത് 4316 വോട്ടുകൾ. 4316 വോട്ടാണ് 11ാം റൗണ്ടിൽ ആര്യാടൻ ഷൗക്കത്തിന് ഉള്ളത്. എം സ്വരാജിന് 11ാം റൗണ്ടിൽ ലഭിച്ച വോട്ട് 3887. ലീഡ് 429. 11ാം റൗണ്ടിൽ 429 വോട്ട്. ചുങ്കത്തറയിലെ 11ാം റൗണ്ടിൽ 429 വോട്ടിന്റെ ലീഡ്. അതായത് ചുങ്കത്തറയിലെ 2 റൗണ്ടുകൾ കൂട്ടുകയാണെങ്കിൽ 1400-അടുത്ത് 1300 ശിഷ്ടം വോട്ടുകളുടെ ലീഡ് ഉയർത്തി. ചുങ്കത്തറയിൽ ലീഡ് ഉയർത്തി അല്ലേ? 1400 അടുത്ത് വോട്ടേക്ക് 2 റൗണ്ട് കൂടി കൂട്ടുമ്പോൾ 429-ഉം 900-ൽ പരം വോട്ട് ആദ്യ റൗണ്ടിൽ. അങ്ങനെ 1300 ചില്ലറ വോട്ടിലേക്ക് 1400 അടുത്ത് വോട്ടിലേക്ക് ചുങ്കത്തറയിൽ ലീഡ് ഉയർത്തുകയാണ്. വളരെ 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 ആത്മവിശ്വാസത്തോടു കൂടി യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ്. 11ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ യു ഡി എഫിന്റെ ലീഡ് 6831 ആണ്. 12ാം റൗണ്ടിന്റെ കൂടി തുടങ്ങിയ കണക്കാണ് നമ്മൾ ഇനി കാണേണ്ടത്. ഇനി എണ്ണാൻ ബാക്കിയുള്ളത് എൽ ഡി എഫിന്റെ കേന്ദ്രങ്ങളാണ്. അവിടുത്തെ പാറ്റേൺ എന്ത് എന്നുള്ളത് കൗതുകകരമാണ്. ഇത് 10,000-ലേക്ക് എത്തുമോ അതോ 5,000-ലേക്ക് താഴ്ത്തുമോ? ഇതാണ് നമ്മൾ അറിയാനുള്ളത്. എൽ ഡി എഫിന്റെ ശക്തി ഉപയോഗിച്ച് എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ ഈ ലീഡ് താഴ്ത്താൻ കഴിയുമോ അതോ 10,000-ലേക്ക് ഇതേ പാറ്റേൺ തുടരാൻ കഴിയുമോ എന്നുള്ളതാണ്. എന്തായാലും ചുങ്കത്തറയിൽ അതായത് 11ാം റൗണ്ടിൽ നല്ല പോരാട്ടം നടന്നു. 429 വോട്ടിന്റെ ലീഡാണ് അവിടെ ആര്യാടൻ ഷൗക്കത്തിന് എം സ്വരാജിന് മേൽ നേടാൻ കഴിഞ്ഞത്. 4316 വോട്ട് ഷൗക്കത്തിനും 3887 വോട്ട് സ്വരാജിനും. ലീഡ് 429. 11ാമത്തെ റൗണ്ടിൽ 429 8123 ലീഡ് നിലനിർത്തിയിരിക്കുന്നു. അതായത് നിലമ്പൂർ നഗരം. അതായത് 12ാം റൗണ്ട് ചുങ്കത്തറയും നിലമ്പൂർ നഗരവും ചേരുന്നതാണ്. ചുങ്കത്തറയിൽ നിന്ന് നിലമ്പൂർ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു. മറ്റൊന്നും സംഭവിക്കുന്നില്ല. 1123 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ എണ്ണുന്നത് 12ാം റൗണ്ടാണ്. ചുങ്കത്തറ പഞ്ചായത്തിന്റെ ഒരു ഭാഗവും നിലമ്പൂർ നഗരസഭയുടെ ഒരു ഭാഗവും ചേർന്നാണ് ഈ 11ാം റൗണ്ട്. 11ാം റൗണ്ടിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 8123 ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് ഉയരുകയാണ്. ഒരു പോസ്റ്റ് ഉണ്ട്, പോത്തുകല്ലും തൂക്കി ലീഡ് 630 എന്ന് പറഞ്ഞ് 13 മിനിറ്റ് മുമ്പ് അദ്ദേഹം ഇട്ടൊരു പോസ്റ്റാണ്. അത് വലിയ അഭിമാന ബോധത്തോടു കൂടി വി എസ് ജോയ് പങ്കുവെക്കുന്ന പോസ്റ്റാണ്. അഭിലാഷേ, തീർച്ചയായിട്ടും. കാരണം സ്വന്തം പഞ്ചായത്താണ്. ജോയിയെ സംബന്ധിച്ച് ജോയിക്കും ഇതൊരു അഭിമാന പോരാട്ടമാണ്. കുറഞ്ഞു പോയാൽ അതിന്റെ പഴി എന്ത് ആത്മാർത്ഥമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവനും ജോയ് പണി വോട്ട് കുറഞ്ഞിരുന്നെങ്കിൽ ജോയ് പഴി കേൾക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇപ്പോൾ പോത്തുകല്ലും തൂക്കി ലീഡ് 630 എന്ന പോസ്റ്റുമായി വി എസ് ജോയ് സമൂഹ മാധ്യമത്തിൽ അഭിമാനപൂർവ്വം രംഗത്ത് വരുന്നത്. ഇനി എണ്ണാൻ ബാക്കിയുള്ളത് എൽ ഡി എഫിന് മുൻതൂക്കമുള്ള സ്ഥലങ്ങളാണ്. നിലമ്പൂർ നഗരസഭയിലേക്ക് കടന്നിരിക്കുന്നു വോട്ടെണ്ണൽ. നിലമ്പൂർ നഗരസഭയിലേക്ക് കടക്കുമ്പോൾ ആര്യാടന്റെ വോട്ട് ഉയരുകയാണ്. 8123 വോട്ട് ഉയരുന്നു. അതിന്റെ അർത്ഥം ഇതേ പാറ്റേൺ ആണ് തുടരുന്നത്. അപ്പോൾ കരുളായിലും അമരമ്പലത്തും ഇത് തന്നെ ആയാൽ വലിയ അത്ഭുതത്തിനൊന്നും സ്കോപ്പില്ല. എന്തായാലും 5000 വോട്ടിലേക്ക് ആര്യാടന്റെ ലീഡ് താഴ്ത്തുക അല്ലെങ്കിൽ ഭൂരിപക്ഷം താഴ്ത്തുക എന്നുള്ളത് ഇനി പ്രയാസകരമായിരിക്കും. 10,000-ലേക്ക് എത്തിക്കാൻ കഴിയുമോ? 10,000 ഒരു സൈക്കോളജിക്കൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ വളരെ മികച്ച വിജയം തന്നെ നേടി. സൈക്കോളജിക്കൽ നമ്പർ കടന്നിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ 5000 കടക്കാൻ സമയത്തും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അവിടെയും 5000-ഉം 10,000-ഉം ഒക്കെ അത് ആ ഘട്ടത്തിലാണ്. വോട്ടെടുപ്പ് പകുതി എത്തുന്ന, അതായത് 4-5 റൗണ്ട് എത്തുമ്പോൾ 5000 എന്നുള്ളത് അതൊരു സൈക്കോളജിക്കൽ നമ്പർ ആണല്ലോ. ഇത് നമ്മൾ വോട്ടെണ്ണൽ 9, 10, 12 റൗണ്ട് എത്തുമ്പോൾ ഉള്ള കണക്കാണ് പറയുന്നത്. ടോട്ടൽ ഭൂരിപക്ഷം എത്ര എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും കാണേണ്ട കാര്യം. 8123 വോട്ടിന് മുന്നിലാണ് ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂർ നഗരസഭയെ LDF പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കിയത്. ലീഡ് കുറയ്ക്കാൻ കഴിയും, നാണക്കേട് ഒഴിവാക്കാൻ കഴിയും. 5000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അത് ഭരണവിരുദ്ധ വികാരത്തെ പ്രകടിപ്പിക്കുന്ന ഒന്നല്ല എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുകൊടുത്ത വോട്ടിന്റെ വിജയമാണ് എന്ന് കുറ്റപ്പെടുത്താൻ കഴിയും, എന്ന് പറയാൻ കഴിയും. ഇതൊന്നും സാധിക്കുന്നതല്ല നിലവിലത്തെ കണക്ക്. പക്ഷേ അത് കുറയ്ക്കാൻ കഴിയുമോ? ഇനിയുമുണ്ടല്ലോ ബാക്കി. ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. 12ാം റൗണ്ടാണ്. ചുങ്കത്തറയും നിലമ്പൂരും ചേർന്നാണ് 12ാം റൗണ്ട്. അവിടുത്തെ റിസൾട്ട് വരികയാണ്. അതിന്റെ ഫൈനൽ കൗണ്ട് എത്തിയിട്ടില്ല. ഇപ്പോൾ ലഭിക്കുന്ന കൗണ്ടിംഗ് സെന്ററിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 8123 ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ്. ഇനി എണ്ണാനുള്ളത് 13, 14 റൗണ്ടുകൾ. 13ഉം 14ഉം നിലമ്പൂർ നഗരസഭ തന്നെയാണ് പരിപൂർണമായി. ഈ 12ാം റൗണ്ടിൽ ഒരു ഭാഗം നിലമ്പൂർ നഗരസഭയാണെങ്കിൽ 13, 14 റൗണ്ടുകൾ പരിപൂർണമായി നിലമ്പൂർ നഗരസഭയാണ്. 15ാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ നിലമ്പൂർ നഗരസഭയുടെ ഒരു ഭാഗവും പിന്നെ കരുളായി പഞ്ചായത്തിലേക്ക് കൂടി കയറുകയാണ്. അങ്ങനെ അടുത്ത ഒരു 3 റൗണ്ടിൽ കൂടി നിലമ്പൂർ നഗരസഭയുടെ ഭാഗമുണ്ട്. അവിടെയാണ് ഏറ്റവും അധികം വോട്ട് പോൾ ചെയ്യപ്പെട്ടത്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉണ്ടായിരുന്നത് നഗരസഭാ മേഖലയിലാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്നത് ആകാംക്ഷപൂർവ്വം കൗതുകപൂർവ്വം എല്ലാവരും നോക്കി നിൽക്കുന്നു. അതിനിടയിലാണ് UDFന്റെ ലീഡ് 8123 ഉയരുന്നത്.